Today we will see the mathematical logic, the prepositional calculus, the statement and different connectives that are used to combine these statements and all. And this is the fourth part in this series. And let's start. First one is prepositions. Any collection of rules or theory needs a language in which these rules or theory can be stated. And here we have a formal language which is used to develop such rules is called object language. And this object language uses symbols to avoid ambiguity. So the logic that we study is called symbolic logic. It contains set of declarative sentences which cannot be further broken down into simpler one called primary statements. And the declarative sentences will have one and only one of the two possible values called truth values. The two truth values are true and false, and that are denoted by T and F respectively. Also, we can denote it by the symbols 0 and 1. That is what we have commonly used in Boolean algebra. Okay, അപ്പോൾ preposition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ ഏതൊരു റൂളാണെങ്കിലും അല്ലെങ്കിൽ ഒരു തിയറി ആണെങ്കിലും അത്തരം കളക്ഷൻ ഓഫ് തിയറിയെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലൊരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ പല രീതിയിലുള്ള ആംബിഗ്യൂറ്റീസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഇത്തരം റൂൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ ലാംഗ്വേജാണ് ഒബ്ജക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ലാംഗ്വേജിൽ നമ്മൾ പലതരത്തിലുള്ള സിമ്പിൾസും യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആംബിഗ്യൂറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആംബിഗ്യൂറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഓരോ ഒബ്ജക്റ്റ് ലാംഗ്വേജിലും സിമ്പിൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഈ പഠിക്കുന്ന ലോജിക്കിനെ നമുക്കൊരു സിംബോളിക് ലോജിക് എന്ന് വിളിക്കാം അല്ലേ. അതായത് നമ്മളിപ്പോൾ റൂൾസാണ്, അപ്പോൾ ഇത്തരം റൂൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അത്തരം ലാംഗ്വേജാണ് ഒബ്ജക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത്തരം ഒബ്ജക്റ്റ് ലാംഗ്വേജിൽ നമ്മൾ പലതരത്തിലുള്ള സിമ്പിൾസും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്ന ലോജിക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? സിംബോളിക് ലോജിക് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്. അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള, അതായത് നമുക്ക് വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സിമ്പിളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ പ്രൈമറി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള വാല്യൂസ് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്താ? ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അല്ലേ. ഇപ്പോൾ ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യെസ് ഓർ നോ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പറയുക ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ വരുന്ന പോസിബിൾ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ്. ട്രൂ എന്ന് നമ്മളിപ്പോൾ യെസ് ഓർ നോ പറയുന്നത് പോലെ ട്രൂ ഓർ ഫോൾസ് ആണ് നമ്മളിതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള രണ്ട് വാല്യൂസ്. ഇതിനെ നമുക്ക് ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? 1ഉം 0ഉം. ഓക്കെ, ട്രൂവിന് ടി എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഫോൾസിൻ്റെ കേസിൽ എഫ് ആണ് യൂസ് ചെയ്യുന്നത്. ബൂളിയൻ ആൾജിബ്രയിൽ 0 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then there are mainly two types of declarative sentences. The sentence which are considered to be primitive in the object language, and this will be denoted by the capital letters A, B, C, etc. And the second type, declarative sentences, are obtained from the primitive ones by using certain symbols called connectives, punctuation marks and parentheses to join these primitive sentences. Okay, അപ്പോൾ നമുക്കിതിൽ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇത്തരം ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒബ്ജക്റ്റ് ലാംഗ്വേജിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ സെൻറ്റൻസിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത്തരം സെൻറ്റൻസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിനെ നമുക്ക് കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യാം? ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരം സിമ്പിൾസാണ് ഇപ്പോൾ കണക്റ്റീവ്സ്, പങ്ക്ച്വേഷൻ മാർക്സ്, പറാന്തസിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരം പ്രിമിറ്റീവ് സെൻറ്റൻസസിനെ നമുക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് കൂടി നമുക്ക് അവിടെ കിട്ടും. അതാണ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്,
അതായത് ഒബ്ജക്റ്റ് ലാംഗ്വേജിൽ നിന്ന് സെൻറ്റൻസസ്. മറ്റൊന്ന് ഇത്തരം ഡിക്ലറേറ്റീവ് പ്രൈമറി അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസിനെ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ആ കിട്ടുന്നത് എന്താണ്? ഒരു കണക്റ്റീവായിട്ട് വരുന്ന ഒരു കമ്പൈൻഡ് ഫോം ആയിരിക്കും. അതാണ് മറ്റൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ആർ യൂസ് സം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിംബൽസ്, what we call the connectives, punctuation marks, parentheses, etc. Next, statement. What is a statement? A statement is a declarative sentence which is either true or false but not both. ഏതെങ്കിലും ഒന്നിൽ പറയുമ്പോൾ നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളൊരിക്കലും സ്നോ എന്ന് പറയാറില്ല ഇല്ലേ? കാരണം ഏതൊരു സെൻറ്റൻസിലും നമുക്ക് എന്തുണ്ട്, ഒരു ട്രൂ വാല്യൂ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫോൾസ് വാല്യൂ ഉണ്ടാവും. ഒരിക്കലും അത് രണ്ടും കൂടിയുള്ളൊന്ന് പോസിബിൾ അല്ല അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ സെൻറ്റൻസ് ഓർ എ പ്രപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് വിച്ച് ക്യാൻ ഹാവ് വാല്യൂ either ട്രൂ ഓർ ഫോൾസ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ സെൻറ്റൻസ് ഓർ പ്രപ്പോസിഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ എനി ഓഫ് ദ കണക്റ്റീവ്സ് കോൾഡ് അറ്റോമിക് ഓർ പ്രൈമറി ഓർ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു രീതിയിലുള്ള കണക്റ്റീവ്സും ഇല്ല, സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് വരുന്നത് എങ്കിൽ അതിനെയാണ് അറ്റോമിക് അല്ലെങ്കിൽ പ്രൈമറി അതല്ലെങ്കിൽ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടൈപ്പ് ഓഫ് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് തൊട്ട് മുന്നേ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? സിമ്പിളായിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു സിമ്പിളായിട്ടുള്ള വരുന്നതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കണക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് അറ്റോമിക് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിംപ്ലർ ആയിട്ടുള്ള ഒരു ഫോമാണിത് ഈ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അറ്റോമിക് എന്ന് പറയുമ്പോൾ എന്താ, നമുക്കത് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡു യുവർ വർക്ക്. It's a command, not a statement. And second one, 5 plus 3 is equal to 8. Here we can say it's a statement because we have a value. What? 5 plus 3 is equal to 8. That is a true, right? So we can say it's a statement. ഇപ്പം നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫോൾസ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നമുക്കതൊരു കമൻ്റ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ആയിരിക്കാം. ഓക്കെ, ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനൊരിക്കലും നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു സജഷൻ, അതിനൊരിക്കലും നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്? A statement is a declarative sentence which is either true or false. It is also called a sentence or preposition, and it do not contain any of if a statement which do not contain any connectives, then we can call it as an atomic statement or a primary statement or a primitive statement. Next one is truth value. The truth or falsity of a statement is called the truth of a statement. If the statement is true, then the truth value is denoted by capital T. And if the truth value is false or F, then the statement will be false. In Boolean algebra, that is what I have told just before, 1 is used for T and 0 is used for F. For example, 5 plus 2 is equal to 7. It is true in all cases. So we can say it's a statement and its truth value is T. Okay, next one, blood of a human being is white, and this is a statement and we can say the truth value is false, right? അപ്പോൾ ഒരു ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരു അതിൻ്റെ ട്രൂത്ത് അല്ലെങ്കിൽ ഫോൾസിറ്റി നമുക്ക് പറയാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ട്രൂ ആണെങ്കിൽ നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ T യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ ഫോൾസ് ആണെങ്കിൽ എഫ് യൂസ് ചെയ്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും. അതുപോലെ ബൂളിയൻ ആൾജിബ്രയിലാണെങ്കിൽ നമ്മൾ ടിക്ക് കറസ്പോണ്ടിങ് 1ഉം അതുപോലെ ഫോൾസ് ആണെങ്കിൽ നമ്മൾ 0 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള 2 വാല്യൂസ് ആണ്. ഒന്നുകിൽ
ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇപ്പോൾ 5+2 എന്ന് പറയുന്ന ഏതൊരു കണ്ടീഷനിൽ എപ്പോഴും അത് തന്നെയാണ് 7 ആണ്. ആ 7 എന്നുള്ളത് എപ്പോഴും ട്രൂ ആണ്. ഓക്കെ, ഇപ്പോൾ 5+2 = 9 ആണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ബ്ലഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് വൈറ്റ്. നമുക്കറിയാം ബ്ലഡിൻ്റെ നിറം എന്താണ്? ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് റെഡാണ്. സോ ഇപ്പോൾ ബ്ലഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിട്ട് പറയാം? ഫോൾസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കണക്റ്റീവ്. A connective is a symbol that is used to connect two statements. Generally, there are 5 connectives, which are disjunction or conjunction or and. Next one, negation, implication, and if and only if. And let's see each one with its example. First one, disjunction, or we can say or. And the or operation of two propositions A and B written as A or B is true if at least any of the propositional variable A or B is true. The disjunction of two statements A and B has truth value F when both A and B have the truth value F or false. For example, A is equal to I will wash my car and B is equal to it will rain. So A or B is equal to I will wash my car or it will rain. And here we have the truth table A, B, A or B. And if A and B both are true, then A or B is equal to true. A is equal to true and B is equal to false, then A or B is equal to true. Next one, A is equal to false and B is equal to true, then A or B is equal to true. And A is equal to false, B is equal to false, then A or B will be false, because in the last case both A and B having value false. So in the case of disjunction, the two statements A and B has value false only when both A and B have the truth value false. In all other cases, we have A or B is equal to true. So from here, we can conclude that if at least any of the proposition variable is true, then the resultant will be true. Okay, in the first case both are true, then in the next case, the second case, at least one is true, that is A is equal to true. So we can say A or B is also true. അല്ലേ, ഈ ഓരോ ട്രൂത്ത് ടേബിളിൻ്റെ കേസിൽ നമുക്ക് ഓരോ വാല്യൂം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂലെങ്കിലും ട്രൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മുടെ A or B ട്രൂ എന്ന് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്, ഗേറ്റിൻ്റെ കേസിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താ? ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ച സമയത്ത് നമുക്ക് എന്ത് പറഞ്ഞു? അതിൻ്റെ ഓരോ ട്രൂത്ത് ടേബിൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഡിസ്ജങ്ഷൻ്റെ കേസിൽ വരുമ്പോഴും ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും ട്രൂ ആയിട്ടുണ്ടെങ്കിൽ 1 ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്? A or B 1 ആയിരിക്കും. Okay, the next one is conjunction, and it is similar to and operation, and it is similar to and gate in the case of gates. So in an and operation of two propositions A and B is true if both the propositional variable A and B is true, otherwise it has the truth value false. Okay, and it is denoted as A and B. Example, P is equal to this book is interesting, and Q is equal to I am staying at home. Then P and Q is equal to this book is interesting and I am staying at home. And here you can see the truth table as well on the right side of the screen, A, B, A and B. So here you can see truth value A and B is equal to true only when A is equal to true and B is equal to true. And all other cases A and B has value false.
അല്ലേ? അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. എന്താ? എ ആൻഡ് ബി. ഇവിടെ നിങ്ങൾ ഒരു ആൻഡിൽ ഈ ഒരു ലൈൻ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് തന്നെ എന്ത് തന്നെയാണ്? എ ആൻഡ് ബി തന്നെയാണ്. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം വരുന്നില്ല. എ ആൻഡ് ബി. അതുപോലെ ഒരു കൺജഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളൊരു ഇംഗ്ലീഷിൽ കൺജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജഷൻ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ കണക്ട് ചെയ്യാൻ എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്? ആൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺജഷൻ എന്ന് പറയുമ്പോൾ അത് ആൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതും ഈ ഒരു രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അത് എപ്പോഴാണോ ട്രൂ ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആവുമ്പോൾ മാത്രമാണ് നമ്മുടെ റിസൾട്ടൻ്റ് ട്രൂ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ കണ്ടീഷൻസിലും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, negation. The negation of a proposition A is false when A is true and is true when A is false, and it is denoted by negation A. So here for A, if A is true, then A dash is false. If A is false, then A dash is true. Okay, and here we have an example. P is equal to this book is interesting. So we can say the negation P is equal to this book is not interesting. അപ്പോൾ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും നെഗറ്റീവും അതാണ് നമ്മൾ എന്തിൽ പറയുന്നത്? നെഗേഷനിൽ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ നെഗറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെ പോസിറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലേ? ഇപ്പം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെ വീണ്ടും നമ്മൾ നെഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു ട്രൂ ആയിട്ടുള്ള, ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ, എ എന്ന് പറയുന്നത് എഫ് ആണെങ്കിൽ അതിനെ വീണ്ടും നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിരിക്കും വരിക. അതായത് നെഗേഷൻ എ എന്ന് പറയുമ്പോൾ ആ വാല്യൂ ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു വാല്യൂവിൻ്റെയും ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ നെഗേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫോൾസ് ആയിരിക്കും. ഇനി ഫോൾസ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഒരു ട്രൂ വാല്യൂ ആയിരിക്കും, ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, so that's all about negation. And next one is implication, or we can say if then condition. An implication A implies B, we can call A implies B, is the proposition if A then B. It is false if A is true and B is false, and the rest cases are true, and it is called conditional statement. A implies B is not same as B implies A. In A implies B, A is called hypothesis or antecedent, and B is called the conclusion or consequent. Here P is equal to this book is interesting, and Q is equal to I am staying at home. So P implies Q means if this book is interesting, then I am staying at home. Okay, and here we have a truth table here. A implies B. So here A implies B is false when A is equal to true and B is equal to false. Here you can see the case. If A is equal to true and B is equal to false, then A implies B is equal to false, and in all other cases A implies B will be true. അപ്പോൾ എ ഇംപ്ലൈസ് ബി എന്ന് പറയുന്നതിന് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ഈ എ ട്രൂ ആണെങ്കിൽ ബി ഡെഫിനറ്റ് ആയിട്ടും എന്ത് തന്നെയായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ എ ട്രൂ ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസാണ് ഇവിടെ പറയാനുള്ളത്, അല്ലേ? ഫസ്റ്റും സെക്കൻഡുമാണ് എ ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ എ ട്രൂ ആണെങ്കിൽ ബി ഡെഫിനറ്റ് ആയിട്ടും ട്രൂ ആയിരിക്കും. അപ്പം ബി ട്രൂ ആണെന്നുള്ള കേസിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ? ട്രൂ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം രണ്ടാമത്തെ റോ എന്താ? എ ട്രൂ ബി ഫോൾസും ആണ്. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ട്രൂ ആണെങ്കിൽ ബി ഡെഫിനറ്റ് ആയിട്ടും ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഫോൾസ് ആയാലും ട്രൂ ആയാലും അത് ബീനെ ബാധിക്കുന്നില്ല. ബി ട്രൂ ആവാം. അപ്പോൾ എ ഇംപ്ലൈസ് ബി എന്ന് തന്നെയാണ്, ട്രൂ ആണ്.
ഓക്കെ. ദ നെക്സ്റ്റ് വൺ എ ഫോൾസ്. എ ഫോൾസ് ബി ഫോൾസ് ആണെങ്കിലും ആ ഒരു കണ്ടീഷനിൽ എന്ത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഏത് കണ്ടീഷൻ മാത്രമാണ് ഇവിടെ ഫോൾസ് ആയിട്ട് വരുന്നത്? എ ട്രൂ ബി ഫോൾസും ആയിട്ടുള്ള കണ്ടീഷൻ. കാരണം എ ട്രൂ ആണ് എന്നുള്ള കണ്ടീഷനിൽ എപ്പോഴും ബിയും ട്രൂ ആയിരിക്കും. ഓക്കെ. മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കുട പിടിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ട്രൂ ആകുമ്പോൾ അതും ട്രൂ ആയിരിക്കും. ഇനി മഴ പെയ്യുന്നില്ല, അപ്പോഴും നമ്മൾ കുട പിടിക്കാം അല്ലേ? നമുക്ക് വെയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുട പിടിക്കും. ചിലപ്പോൾ വെയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? കുട പിടിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇത് ഫോൾസ് ആവുമ്പോൾ അത് ട്രൂ ആവാം, ഫോൾസ് ആവാം. അപ്പോഴും എ ഇംപ്ലൈസ് ബി എന്ന് തന്നെയാണ്, ട്രൂ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് if and only if. If and only if B is a biconditional logical connective. It is called biconditional, and which is true when A and B are same. That is, both are false or both are true. For example, P is equal to this book is interesting, and Q is equal to I am staying at home. Then P biconditional, Q is equal to this book is interesting if and only if I am staying at home. Okay, so here this A is A biconditional B. Here it is true only when if both are same. That is what we can say. If both are same, if A and B both are true, then the value will be true. If A and B both are false, then also the value will be true. And in all other cases, the value will be false. Okay. അപ്പോൾ if and only if എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ അവിടെ രണ്ടും ട്രൂ അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആകുമ്പോൾ മാത്രമായിരിക്കുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് വാല്യൂ ട്രൂ ആയിരിക്കുന്നത്. ബാക്കി രണ്ട് കേസിലും എന്താണ് അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ. നമ്മൾ എക്സ്നോറിൻ്റെ കേസൊക്കെ നിങ്ങൾ ഗേറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി കേസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രൊപ്പോഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ കൺജങ്ഷൻ ആൻഡ് ഡിസ്ജങ്ഷൻ, ഓർ ദെൻ നെഗേഷൻ, പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ബൈകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ട്രൂത്ത് ടേബിൾ 2 പോസിബിൾ വാല്യൂസ് ആണുള്ളത്. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇപ്പോൾ കൺജഷൻ്റെ കേസാണെങ്കിൽ കൺജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ആൻഡ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിരിക്കും. അപ്പോൾ 2 കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ മാത്രമേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് വരുന്നുള്ളൂ. ഇനി ഓർ എന്ന് പറയുമ്പോൾ ഓറിൻ്റെ കേസിൽ 2 ഫോൾസ് ആവുന്ന കേസിൽ മാത്രമാണത് ഫോൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ. അതിനാണ് ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നെഗേഷൻ. എന്താണോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ നെഗേഷൻ ആയിരിക്കും നമ്മുടെ റിസൾട്ടൻ്റായിട്ട് വരിക. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ഇംപ്ലൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയിരിക്കും. അതിൽ ആ ഒരു ട്രൂത്ത് ടേബിളിൽ നമുക്ക് ഫോൾസ് കണ്ടുപിടിക്കുക എപ്പോഴും വരുന്നത് എപ്പോൾ മാത്രമാണ്? എ ട്രൂ ബി ഫോൾസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ മാത്രമായിരിക്കും. നെക്സ്റ്റ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ബൈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് 2 സ്റ്റേറ്റ്മെൻറ്റും സെയിം ആയിരിക്കണം. എയും ബിയും ട്രൂ ആവുമ്പോൾ നമ്മുടെ റിസൾട്ട് ട്രൂ ആയിരിക്കും. എയും ബിയും ഫോൾസ് ആവുമ്പോഴും നമ്മുടെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ബാക്കി 2 കേസിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ 2 ടൈപ്പ് നമുക്ക് ഡിക്ലറേറ്റീവ് പറയാൻ വേണ്ടി പറ്റും. ഒന്ന് നമ്മുടെ സിമ്പിളായിട്ടുള്ള അറ്റോമിക് വാല്യൂ അല്ലെങ്കിൽ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിമ്പിൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് അതിനെ നമ്മൾ കണക്റ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നെഗേഷൻ യൂസ് ചെയ്യാം, കണക്റ്റീവ്സ് യൂസ് ചെയ്യാം, അപ്പോൾ ബ്രാക്കറ്റ്സ് പാരാന്തസിസ് യൂസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മാത്തമാറ്റിക്കൽ ലോജിക്. താങ്ക് യു.